Hi, good morning, dear friends. നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് നമ്മൾ പുതിയൊരു പാർട്ടിലേക്ക്. ഇതുവരെ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിൻ്റെ തിയറി മറ്റു പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക് ആദ്യം. ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാഡ് എ പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് rupees 10 lakh divided into shares of rupees 10 each. Its net liability on all contracts in force as on 31st March 2020 was 96 lakhs and on 31st March 2019 this liability was 84 lakh. The company had paid an interim bonus of rupees 60,000 and 20% of the surplus in to be allocated to shareholders, 20% to reserve and balance being carried forward. The following figures are extracted from the books of the company for the year ended 31st March 2020. Prepare revenue account. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് rupees 10 ഈച്ച്. 10 രൂപയുടെ ഷെയറുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഉണ്ട് അവർക്ക്. ഇറ്റ്സ് നെറ്റ് ലയബിലിറ്റി ഓൺ ഓൾ കോൺട്രാക്ട്സ് ഇൻ ഫോഴ്സ് ആസ് ഓൺ 31st March 2020. 2020 മാർച്ച് 31 അവരുടെ എല്ലാ ഇടപാടുകളിലും എല്ലാ കരാറുകളും കൂട്ടിയിട്ടുള്ള നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 96 lakh ആണ്. ഓൺ 31st March 2019, അതായത് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പം അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 84 lakh ആയിരുന്നു. അതിപ്പോൾ 96 lakh ആണ്. ദ കമ്പനി ഹാഡ് പെയ്ഡ് ആൻ ഇൻ്ററിം ബോണസ് ഓഫ് 2,60,000. 2,60,000 രൂപയുടെ ഇൻ്ററിം ബോണസ്, ഇടക്കാല ബോണസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ആൻഡ് 20% ഓഫ് ദി സർപ്ലസ് ഈസ് ടു ബി അലൊക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ലാഭത്തിൻ്റെ 20% എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ 20% ടു റിസർവ് ആൻഡ് ബാലൻസ് ബീയിങ് ക്യാരിഡ് ഫോർവേഡ്. സർപ്ലസിൻ്റെ 20% മറ്റൊരു 20% റിസർവിലേക്ക് പോകാനുള്ളതാണ്. അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകാൻ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഫോളോയിങ് ഫിഗേഴ്സ് ആർ എക്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ എമൗണ്ടുകൾ, കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. നമ്മൾ ഏതാണ് ഐറ്റംസുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം കുറച്ച് ഇട്ടുള്ള പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 57,20,000. Interest, dividend and rent 28 lakh. Fees 16,000. Income tax 4,40,000. Management expenses 7 lakh. Annuities paid 50,000. Surrenders 3,20,000. Surplus on revaluation of reversions 20,000. Reinsurance irrecoverable 16,000. Then claims less reinsurance claim 34 lakh. Then consideration for annuities granted 1,60,000. Commission 2,20,000. ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗേഴ്സ്. ഇത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, എങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റവന്യൂ അക്കൗണ്ട് വരക്കണം. ഓക്കെ, ഒരു റവന്യൂ അക്കൗണ്ട് വരച്ചിടുക. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു കോളം നമ്മൾ ഒരു 1 പേജിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഒരു 1 പേജിൽ ഒക്കെ റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരക്കുക. എന്നിട്ട് നമ്മൾക്ക് റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഷെഡ്യൂളുകളുണ്ട്. ആ ഷെഡ്യൂളുകളാണ് റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. നമുക്കറിയാം 1 മുതൽ 4 വരെയുള്ള ഷെഡ്യൂളുകളാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത്. ആ റവന്യൂ അക്കൗണ്ടിൻ്റെ ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യലാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഷെഡ്യൂളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടുകൾ ഈ റവന്യൂ അക്കൗണ്ടിലെ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യം ഓരോ ഷെഡ്യൂളുകളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് റവന്യൂ അക്കൗണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 പ്രീമിയം ഏൺഡ്.
പ്രീമിയം ഇനത്തിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ എഴുതേണ്ടത്. അതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രീമിയം ഏൺഡ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം 57,20,000 എന്നുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം കുറച്ചിട്ടുള്ള പ്രീമിയം എമൗണ്ട് അഥവാ പ്രീമിയം ഇനത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 57,20,000 അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. മറ്റു പ്രീമിയവുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസുകൾ, പ്രീമിയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഇൻകം ഒന്നും എന്തില്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ക്വസ്റ്റ്യനിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പ്രീമിയം ഏൺഡ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളതിൽ 57,20,000 മാത്രം കാണിച്ചാൽ മതി. ഇത്രേ ഒന്നാമത്തെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. ഓക്കെ മറ്റു കാര്യങ്ങളൊന്നും പ്രീമിയത്തിൽ ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് രണ്ടാമത്തെ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കമ്മീഷൻ പെയ്ഡ് എന്നുള്ള രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകാം. കമ്മീഷൻ പെയ്ഡ് എന്ന് പറയുമ്പം എത്രയാണോ നമ്മൾ കമ്മീഷൻ ഇനത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ കമ്മീഷൻ പെയ്ഡ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2,20,000 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കമ്മീഷൻ എക്സ്പെൻസ് എന്നുള്ള ഷെഡ്യൂളിൽ നമുക്ക് കാണിക്കാനുള്ളത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കമ്മീഷൻ 2,20,000 എന്ന്. മറ്റു എമൗണ്ടുകളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കേണ്ടതില്ല. ദെൻ മൂന്നാമത്തെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾ. മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആ സ്ഥാപനം ഇൻഷുറൻസ് കമ്പനി നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ടായിട്ടുള്ള ചെലവുകൾ, അതാണ് നിത്യേന അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് നമുക്കുണ്ടാവുന്ന ചെലവ്, അതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണിക്കേണ്ടത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ് എക്സ്പെൻസ് എന്നുള്ളത്. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 7 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ബില്ല് അടച്ചത്, കറണ്ട് ബില്ല് അടച്ചത്, വെള്ളത്തിൻ്റെ പൈസ കൊടുത്തത്, പത്രത്തിൻ്റെ പൈസ കൊടുത്തത് എന്നുള്ള മറ്റു കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ എഴുതേണ്ടതില്ല. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കാണിക്കുന്ന ആ എമൗണ്ട് മാത്രം അവിടെ എഴുതിയാൽ മതി. ഓക്കെ അതാണ് 7 lakh എന്ന് നമ്മളവിടെ എഴുതിയത്. മറ്റു ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഷെഡ്യൂളും അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. കമ്പനി ബെനിഫിറ്റ് ആയിട്ട് എത്രയാണ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. അവിടെ നമുക്ക് ഓരോ ബെനിഫിറ്റുകൾ നമുക്ക് എടുക്കാം. അതിൽ വരുന്ന ഐറ്റംസ് ആണ്. ഒന്ന് ക്ലൈംസ് ലെസ് റീ ഇൻഷുറൻസ്, കമ്പനി ഇൻഷുറൻസ് ക്ലൈമുകൾ കൊടുത്തത് അഥവാ ഈ 34 lakh ആണ് നമുക്കിവിടെ കാണിക്കാനുള്ള ഒന്നാമത്തെ ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ആന്വിറ്റീസും ബെനിഫിറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആന്വിറ്റീസ് ഇനത്തിൽ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് പെൻഷൻ പോലെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. അവിടെ നമ്മളൊരു 50,000 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആന്വിറ്റീസ് എന്നുള്ളത്. അതുപോലെ തന്നെ സറണ്ടേഴ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സറണ്ടർ എന്നുള്ളത്? സറണ്ടർ എന്ന് പറയുമ്പം കമ്പനി പ്രീമിയം അടക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ ആ പോളിസി സറണ്ടർ ചെയ്യാം. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് സറണ്ടർ എമൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഓക്കെ 3,20,000 3,20,000 രൂപ പോളിസി സറണ്ടർ ചെയ്ത ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 34 lakh പ്ലസ് 50,000 പ്ലസ് 3,20,000 ഈസ് ഈക്വൽ ടു 37,70,000 37,70,000 എന്ന് വരും. നാലാമത്തെ ഷെഡ്യൂളിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൽ നമുക്ക് കാണിക്കാനുള്ളത്. മറ്റു ബെനിഫിറ്റുകളൊന്നും അല്ലെങ്കിൽ മറ്റു എമൗണ്ടുകളൊന്നും ഈ ബെനിഫിറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, കമ്പനി കസ്റ്റമർക്ക് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാണിക്കേണ്ട. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരാനുള്ളത്. അപ്പോൾ അതോടുകൂടി നമ്മൾ 4 ഷെഡ്യൂളുകൾ ഫില്ലായിട്ടുണ്ട്. ഓക്കെ പറയപ്പെട്ട 4 ഷെഡ്യൂളുകൾ ഫില്ലായിട്ടുണ്ട്. ഇനി ഈ ഷെഡ്യൂളിലുള്ളതും മറ്റു റവന്യൂ അക്കൗണ്ടിലേക്ക് ചേർക്കേണ്ടതുമായ ഐറ്റംസുകൾ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനിഷ് ആവും. ഇത്രയുമാണ്, ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ നമുക്ക് റവന്യൂ
അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും കമ്പനിയുടെ പേര് ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ഹെഡിങ് കൊടുത്തിരിക്കണം. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2020. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏത് സമയത്തുള്ള റവന്യൂ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ സമയത്തുള്ള റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ കാണിച്ചിരിക്കണം. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ കോളം, ദെൻ ഷെഡ്യൂൾ കോളം, എമൗണ്ട് കോളം. നമ്മൾ ഫോർമാറ്റ് പഠിച്ച സമയത്ത് ഒരു പ്രീവിയസ് ഇയർ എമൗണ്ട് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒരു എമൗണ്ടും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ എമൗണ്ട് കോളം ആവശ്യമില്ല. ഓക്കെ, ഇതിലെന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ ഐറ്റം നോക്കാം നമുക്ക്. റവന്യൂ അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രീമിയം ഏൺഡ്. ഷെഡ്യൂൾ 1 57,20,000 നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ടോട്ടൽ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ ആയി. ഓക്കെ, ദെൻ താഴെ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇനത്തിൽ കിട്ടിയിട്ടുള്ള ഇൻകം എത്രയാണ് എന്നുള്ളത് അത് നമ്മൾ ഷെഡ്യൂളുകളിലൊന്നും കാണിക്കില്ല, പകരം ഇവിടെ ഈ ഒരു ഹെഡിങ്ങിലാണ് കാണിക്കുക. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 28 lakh കാണിച്ചിട്ടുണ്ട്. ആ 28 lakh ആണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. രണ്ടാമത്തത് സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് റിവേർഷൻ. നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സർപ്ലസ് ഉണ്ട്, അതും നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റിനെ നമ്മൾ ഇവിടെ കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ എമൗണ്ട് 20,000 ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 20,000 നമ്മളവിടെ കാണിക്കുന്നു. ദെൻ താഴെ അതർ ഇൻകം ഫോർമാറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. മറ്റു ഇൻകം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം എന്നുള്ളത്. ദെൻ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻറ്റഡ്. ആന്വിറ്റി അനുവദിച്ചു കൊടുത്തപ്പം അതിന് കിട്ടിയ കൺസിഡറേഷനാണ്, പ്രതിഫലമാണ് നമുക്ക് 1,60,000 എന്ന് പറയുന്നത് അവിടെ കാണിക്കേണ്ടതുണ്ട്. ദെൻ ഫീസ് ഇനത്തിൽ നമുക്ക് കിട്ടിയത് 16,000, 16,000 രൂപ. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനിൽ ഇൻകമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻകമായിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രീമിയം ഏൺ ചെയ്തതിൻ്റെ ഇൻകം ഷെഡ്യൂൾ 1 കാണിച്ചു. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഇനത്തിലും അതുപോലെ തന്നെ അതർ ഇൻകം മറ്റു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻകവുമായിട്ടുള്ള എമൗണ്ട് നമ്മൾ കാണിച്ചു. അങ്ങനെ 57,20,000 പ്ലസ് 28 lakh പ്ലസ് 20,000 പ്ലസ് 1,60,000 പ്ലസ് 16,000 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ 87,16,000 എന്ന് കിട്ടും. ഓക്കെ, 87,16,000 എന്ന് കിട്ടും. ഇത്രയാണ് അവിടെ വരാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. കമ്മീഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 2,20,000. നമ്മൾ അതിൻ്റെ ഷെഡ്യൂൾ 2ൻ്റെ ടോട്ടൽ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതാനേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് കമ്പനിയിലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 7 lakh. അതവിടെ എഴുതാനേ ഉള്ളൂ. ദെൻ റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ, അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്, ബാഡ് ഡെപ്റ്റ് ആയിട്ടാണ് പറയേണ്ടത്. ഷെഡ്യൂളിലൊന്നും കാണിക്കൂല, നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതി കൊടുക്കും. റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ ബാഡ് ഡെപ്റ്റ് 16,000, 16,000 രൂപ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പ്രൊവിഷൻസ്, ആ പ്രൊവിഷൻസിന് എമൗണ്ട് എന്ന് പറയുന്നത് 4,40,000 ആണ് എന്നുള്ളത് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ബി കോളത്തിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 13,76,000, 13,76,000 രൂപ. ഇതാണ് നമ്മളുടെ ടോട്ടൽ 2, 3 എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് കിട്ടുക. ഷെഡ്യൂൾ 2 and 3 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് പെയ്ഡിന് ഷെഡ്യൂൾ 4 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 4 കമ്പനി കസ്റ്റമേഴ്സിന് ബെനിഫിറ്റായിട്ട് എത്ര കൊടുത്തു എന്നുള്ളത് 37,70,000 എന്നുള്ളത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 37,70,000 രൂപ. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പേയ്മെൻറ്റ് കമ്പനി നടത്തിയത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻ്ററിം ബോണസ് പെയ്ഡ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് 2,60,000 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. 60,000 എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ്ററിം ബോണസ് അടച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ 2,60,000 അവിടെ കാണിക്കാം.
ദെൻ ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി താഴെ ഇൻ റെസ്പെക്ട് ഓഫ് ദി പോളിസീസ്, പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പോളിസിയുടെ ലയബിലിറ്റിയിൽ വന്ന ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും അവിടെ കാണിക്കണമെന്ന് ഫോർമാറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് ലയബിലിറ്റി ഓൺ ആൾ കോൺട്രാക്ട്സ് ഓൺ 31 മാർച്ച് 2020, 2020 മാർച്ച് 31 കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 96 ലാക്കാണ്. ലെസ് നെറ്റ് ലയബിലിറ്റി ഓൺ ആൾ കോൺട്രാക്ട്സ് ഓൺ 31 മാർച്ച് 2019 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയറിൽ ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ അവരുടെ ലയബിലിറ്റി 31/3/2019 കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 84 ലാക്കാണ്. ഇപ്പോൾ അത് 96 ലാക്ക് ആയിട്ടുണ്ട്. 2019 84 ലാക്കും 2020 അത് 96 ലാക്കുമാണെന്നുണ്ടെങ്കിൽ അത് 12 ലാക്കിൻ്റെ ഓക്കെ, അത് നമ്മളവിടെ കാണിക്കണം 12 ലാക്ക് എന്നുള്ളത്. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എമൗണ്ട് 37,70,000 പ്ലസ് 2,60,000 പ്ലസ് 12 ലാക്ക് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 52,30,000 എന്ന് നമുക്ക് കിട്ടും. 52,30,000 രൂപ എന്ന് കിട്ടും നമുക്ക്. ഇനി നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ റവന്യൂ അക്കൗണ്ടിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തണം. സർപ്ലസ് ആണോ ഡെഫിസിറ്റ്, അതാണ് ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുമ്പം എ മൈനസ് ബി മൈനസ് സി, എയിൽ നിന്ന് ബിയും അതിൽ നിന്ന് സിയും കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് പറയും. അങ്ങനെ നമ്മൾ എ മൈനസ് ബി മൈനസ് സി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന എമൗണ്ട് 21,10,000 എന്ന് കിട്ടും. 21,10,000 എന്ന് കിട്ടും. അത് സർപ്ലസ് ആണ്. എ എന്ന് പറയുന്ന കോളത്തിൽ നമ്മളുടെ എല്ലാ ഇൻകങ്ങളും കൂട്ടി 2 ടൈപ്പിലുള്ള എക്സ്പെൻസുകൾ ബി ആൻഡ് സിയിൽ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം അത് ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ 87 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ആദ്യം 13,76,000 കുറച്ചു, 13,76,000 കുറച്ചു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് 52,30,000 കുറച്ചു. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 21,10,000 ആണ്. 21,10,000 എന്നുള്ള എമൗണ്ട് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പം അപ്രോപ്രിയേഷൻസ് ആണ്. ഈ കിട്ടിയ സർപ്ലസിനെ വിവിധ രീതിയിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ അലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതിൽ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 20% ഓഫ് ദി 21,10,000 ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് 20% മാറ്റി വെക്കണമെന്ന് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 21,10,000 20% എന്ന് പറയുന്നത് 4,22,000 വരും. അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ടോട്ടൽ സർപ്ലസിൻ്റെ 20% റിസർവിലേക്ക് മാറ്റി വെക്കണമെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് 21,10,000 20% എന്ന് പറയുന്ന റിസർവിലേക്ക് 4,22,000 അതും മാറ്റി വെക്കണം. ദെൻ അത് രണ്ടും കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ബീയിങ് ക്യാരി ഫോർവേഡഡ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ അപ്രോപ്രിയേഷൻ്റെ കോളത്തിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് 4,22,000 മാറ്റി വെച്ചു. ദെൻ റിസർവിലേക്ക് 4,22,000 മാറ്റി വെച്ചു. ദെൻ അതിനുശേഷം ബാലൻസ് ബീയിങ് ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ്, ബാക്കിയുള്ള അപ്രോപ്രിയേഷനുകൾക്കുള്ള ബാലൻസ് എന്ന് പറയുന്നത് 12,66,000 എന്ന് കിട്ടും. അത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 21,10,000 എന്നുള്ള നമ്മളുടെ സർപ്ലസ് എമൗണ്ട് കിട്ടണം. ഇത്രയുമാണ് എങ്കിൽ നമ്മളുടെ റവന്യൂ അക്കൗണ്ട് കംപ്ലീറ്റ് ആവും. ഇത്രയുമാണ് നമുക്ക് ഒരു റവന്യൂ അക്കൗണ്ടിൽ വളരെ ബേസിക് ആയിട്ടുള്ള കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരു റവന്യൂ അക്കൗണ്ട് ആണ് എങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സ് തരാത്തത് കൊണ്ട് നമുക്ക് അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ഫോർമാറ്റ് പഠിച്ചപ്പം ഒരുപാട് അഡീഷണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളിൽ അഡീഷണൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ ആഡ് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, താങ്ക് യു.